എല്ലാവർക്കും ഒരിക്കൽ കൂടി ജിനോ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ന് റിലീസായ ഇന്ന് 2:30 ആദ്യത്തെ ഷോ കണ്ട ദ ഗ്രേറ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന നമ്മുടെ ഇളയ ദളപതിയുടെ പടമാണ്. അതിൻ്റെ റിവ്യൂയിലേക്ക് നമുക്കിന്ന് പോകാം. ദ ഗ്രേറ്റ് ഓഫ് ഓൾ ദ ടൈം അതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഗോട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ദാറ്റ് ഈസ് എന്തുവാ, അതിന് ഗോട്ട് എന്നാണ് അതിൻ്റെ ഷോർട്ട് നെയിം. അപ്പം AGS എൻ്റർടൈൻമെൻറ്റ് ബാനറിൽ നമ്മുടെ വെങ്കിട്ട് പ്രഭു സംവിധാനം ചെയ്ത ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഇന്ന് റിലീസായി. അതിലെ വിജയ് ഡബിൾ റോളിലാണ് അഭിനയിക്കുന്നത്. ഇത് ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഗണത്തിൽപ്പെടുന്നൊരു മൂവിയാണ്. ഇത് വേൾഡ് വൈഡായിട്ട് ഇത് IMAX ഫോർമാറ്റിലാണ് ഇത് റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പടത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 300-400 കോടിക്കടുത്ത് രൂപ ചെലവ് വരുന്ന ബഡ്ജറ്റായിരുന്നു ഈ പടത്തിൻ്റെ. ഇതിൻ്റെ ലൊക്കേഷൻ ഷൂട്ട് ചെയ്തത് എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈ ഉണ്ട്, തിരുവനന്തപുരം ഉണ്ട്, തായ്ലൻഡ് ഉണ്ട്, US ഉണ്ട്, റഷ്യ ഉണ്ട്, പോണ്ടിച്ചേരി ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ലൊക്കേഷനിലാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് എല്ലാം നടന്നത്. ഇപ്പം ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് എല്ലാം കമ്പോസ് ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ US ശങ്കർ രാജയാണ് ഇതിൻ്റെ. അതെല്ലാം നല്ല അതിമനോഹരമായിട്ടുണ്ട്. പാട്ടുകൾ 2-3 പാട്ടുകളുണ്ടെന്ന് തോന്നുന്നു, 2-3 പാട്ടുകളുണ്ട്. പിന്നെ കാർ ചേസിങ് രംഗങ്ങളുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് ചേസിങ്, കാർ ചേസിങ്, പിന്നെ എല്ലാവിധ ആക്ഷൻ സീക്വൻസും ഉണ്ട്. ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിജയ് ഡബിൾ റോളിലാണ് വരുന്നത്. അത് വിജയുടെ ആ പഴയ കാലഘട്ടം കാണിക്കുമ്പോൾ ഉണ്ടല്ലോ, ഡി-ഏജിങ് ടെക്നോളജിയാണ് അതിൽ ഉപയോഗിച്ചേക്കുന്നത്. അതിന് തന്നെ ഏകദേശം പറഞ്ഞ് 16 കോടിക്കടുത്ത് രൂപ ചിലവായെന്നാണ് ഡി-ഏജിങ് ടെക്നോളജിക്ക് എന്ന് തന്നെ പറയുന്നത്. പിന്നെ ഇത് കൂടാതെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രഭുദേവ, പിന്നെ നമ്മുടെ പ്രശാന്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മീനാക്ഷി ചൗധരി, വൈഭവ്, യോഗി ബാബു, പിന്നെ അജ്മൽ അമീറും ഉണ്ട് ഇതിനകത്ത്. അങ്ങനെ ഇതെല്ലാം ഒരു എന്താണ് പറയുന്നത്, ഒരു റോയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന. അതുപോലെ തന്നെ ജയറാമും ഉണ്ട് ഇതിനകത്ത്. മലയാളത്തിൽ നിന്ന് നമുക്കിത് ചെയ്യാവുന്ന ജയറാമും ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു റോ ഏജൻ്റാണ്. അപ്പോൾ അതിൻ്റെ ഇവർ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ കഥയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ക്ലൈമാക്സ് സീക്വൻസ് എല്ലാം അവർ ഷൂട്ട് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്താണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അത് ആ തിരുവനന്തപുരത്ത് വിജയ് വന്ന സീനുകളൊക്കെ നമ്മൾ യൂട്യൂബിൽ കണ്ടതാണല്ലോ. അത് ആ സ്റ്റേഡിയമാണ് അത് കാണിച്ചേക്കുന്നത്. അതാണ് ക്ലൈമാക്സ് സീനൊക്കെ വരുന്നത്. പിന്നെ ഇതിനകത്ത് കാമിയോ റോളുകൾ ഒക്കെ ഉണ്ട്. അത് ഞാനേതായാലും പറയുന്നില്ല, നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് സ്പോയിലായി പോവും. എനിക്ക് പടത്തിൻ്റെ നിങ്ങൾക്ക് അതുകൂടാതെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം. പിന്നെ അതുകൂടാതെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതായത് ഈ പടത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എന്നെ സംബന്ധിച്ചിടത്തോളം പടം മൊത്തമായി എനിക്ക് തൃപ്തി തന്നോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഹാഫ് എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഒരു എന്താണ് പറയുന്നത്, അത്ര പോരാ എങ്കിലും കൊള്ളാം. അപ്പം എനിക്ക് അത്രേ പറയാം. അപ്പം നിങ്ങൾ ഇനിയും കണ്ടതിന് ശേഷം നിങ്ങളുടെ കമൻറ്റുകൾ അതിൽ ഇത് ചെയ്യുക, രേഖപ്പെടുത്തുക. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഛായാഗ്രഹണമാണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. പിന്നെ എന്താണ് പറയുന്നത്, ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ സീക്വൻസിൽ ഒരു VFX ഇച്ചിരി അമിതമായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എങ്കിലും പടം എന്താണ് ഫുൾ ടൈം നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ടായിരുന്നു. അതിലെ കുടുംബകഥകളെല്ലാം ഇൻവോൾവ് ആണ് ഇതിനകത്ത്. നമുക്ക് കുടുംബത്തിന് പോയി കാണാവുന്ന ഒരു സിനിമ കൂടിയാണ് ഈ സിനിമ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇനിയും. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അടുത്ത വീഡിയോയുമായി കാണുന്നവരെ